അപ്പോൾ റേഷൻ കടകളിൽ നിന്നും ലഭിക്കുന്ന കിറ്റുകളെ പോലെയല്ല, ലഭിക്കുന്ന കിറ്റ് വലിയ ഒരു കിറ്റ് തന്നെ ആയിരിക്കും. നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷ്യ സാധനങ്ങളും ഫോർട്ടിഫൈഡ് ചെയ്ത അരിയുമാണ് ലഭിക്കുക. ഫോർട്ടിഫൈഡ് ചെയ്ത അരി എന്ന് പറയുമ്പോൾ ഗുണനിലവാരമുള്ള പോഷക മൂല്യങ്ങൾ കൂടിയ അരിയാണ്. അതിൽ സാദാ അരിയോടൊപ്പം പച്ചരി രൂപത്തിലുള്ള ഫോർട്ടിഫൈഡ് ചെയ്ത മിക്സും കൂടി ഇതിൻ്റോടൊപ്പം ഉണ്ടാകും. അത് പാചകം ചെയ്ത് കഴിക്കുമ്പോൾ ആ അരി നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചരിയാണ് എന്ന് തെറ്റിദ്ധരിച്ച് ആ അരി ഒഴിവാക്കരുത്. എന്തായാലും ഇതുപോലൊരു കിറ്റും ഇത്രയും അരിയും നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നുള്ള സന്തോഷകരമായ വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളും റേഷൻ അപ്ഡേറ്റുകളും ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വളരെ സന്തോഷം നൽകുന്ന ഒരു പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സഹകരിച്ചും കൊണ്ട് നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം നൽകുന്നുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂളുകൾ ഒരു വർഷമായി അടഞ്ഞുകിടക്കുകയാണ്. ആ ഒരു സമയത്ത് ആ ഉച്ചഭക്ഷണത്തിന് പകരമുള്ള തുക കൊണ്ട് അവർക്ക് ഭക്ഷ്യക്കിറ്റാണ് ഇതുവരെ 2 തവണയായി നൽകി വന്നത്. ഇനിയും അത്തരത്തിലുള്ള കിറ്റുകളും അരിയും വരാൻ പോവുകയാണ്. ആ ഒരു സന്തോഷകരമായ വിവരമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇടക്കാലത്ത് കിറ്റിന് പകരം കൂപ്പൺ നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റി കിറ്റ് തന്നെ നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് ലഭിക്കാനുള്ളത് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 7 മാസങ്ങളിലെ ഉച്ചഭക്ഷണത്തിന് പകരമുള്ള കിറ്റും അരിയുമാണ് ലഭിക്കേണ്ടത്. സർക്കാർ, അർദ്ധ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന പ്രീ പ്രൈമറി മുതൽ UP വിഭാഗം വരെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതിൻ്റെ ഒരു ആനുകൂല്യം ലഭിക്കുക. ഏകദേശം 28 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഒരു ഗുണം ലഭിക്കും. പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഒരു കിറ്റും, LP വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റൊരു കിറ്റും, UP വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് മറ്റൊരു കിറ്റുമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഏകദേശം 5 കിലോ അരി ആയിരിക്കും പ്രീ പ്രൈമറി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ലഭിക്കുക. LP വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് 15 കിലോയോളം അരി ഉണ്ടാകും. അതോടൊപ്പം തന്നെ UP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 25 കിലോ അരി ഉണ്ടാകും. അതോടൊപ്പം തന്നെ അവർക്ക് കിറ്റ് ഒരു 1200 രൂപ വില വരുന്ന ഭക്ഷ്യക്കിറ്റാണ് ലഭിക്കേണ്ടത്. ഇത് ഒറ്റത്തവണയായിട്ടായിരിക്കും ഇനി വിതരണം ഉണ്ടാവുക. കാരണം സ്കൂളുകൾ അടയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇനി ഈ ഒരു വർഷം തീരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അരിയും ഭക്ഷ്യക്കിറ്റും ഉൾപ്പെടെ ഏകദേശം 2500 രൂപയോളം വില വരുന്ന, 2000-ന് മുകളിൽ വില വരുന്ന ഒരു കിറ്റായിരിക്കും ലഭിക്കുക. അരിയും കിറ്റും ഒരുമിച്ച് വിതരണം ചെയ്യുമോ അതോ നേരത്തെ നമുക്ക് അരിയും കിറ്റും ഒരുമിച്ചായിരുന്നു വിതരണം ചെയ്തിരുന്നത്, അരിയും കിറ്റും ഒരുമിച്ച് വിതരണം ചെയ്യുമോ അതോ കിറ്റ് വേറെയും അരി വേറെ ആയിട്ടാണ് വിതരണം ഉണ്ടാകുക എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്.